ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമായ വേളാങ്കണ്ണി പള്ളിയിൽ ഞാനും എൻ്റെ ഫാമിലിയും അയൽവാസികളും പോയ കാഴ്ചയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. വെള്ളിയാഴ്ച 5:30 പുറപ്പെട്ട ഞങ്ങൾ ശനിയാഴ്ച രാവിലെ 6 മണിക്ക് ഹോട്ടലിലെത്തി. അല്പനേരത്തെ ഫ്രഷായതിന് ശേഷം ഫുഡുണ്ടാക്കി കഴിച്ച് 9 മണിയോടെ 1 മണിക്കൂർ നീണ്ട മലയാള കുർബാനയ്ക്ക് പങ്കെടുത്തു. അത് കഴിഞ്ഞ് ഹോട്ടൽ റൂമിലെത്തി റെസ്റ്റ് എടുത്തു. അല്പനേരത്തെ റെസ്റ്റിന് ശേഷം പാരൻസ് പോയി ഫുഡ് തയ്യാറാക്കി. 1 മണിയോടെ ഫുഡ് റെഡിയാക്കി കഴിച്ചു. അത് കഴിഞ്ഞ് നൈറ്റിന് വേണ്ടിയുള്ള ഫുഡ് റെഡിയാക്കി ഈവനിങ് 5 മണിയോടെ കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങി. ദൈവത്തിൻ്റെ സഹായത്തോടെ 3-ാം തവണയാണ് ഞങ്ങൾ വേളാങ്കണ്ണിയിലെത്തിയത്. ഇത്തവണ വന്നതിൻ്റെ ഉദ്ദേശം ഒരു നേർച്ച നിർവഹിക്കുകയാണ്. നേർച്ചകൾ എന്താണ് ചെയ്തത് എന്നും എന്തൊക്കെ നേർച്ചകൾ ഉണ്ടെന്നും വഴിയേ പറയാം. കാഴ്ചകൾ കണ്ട് ഉള്ള നടത്തം തുടർന്നുകൊണ്ടിരുന്നു. അതിനിടയിൽ ഉണ്ണിയേശുവിനെ കൊണ്ടുള്ള പ്രദക്ഷിണം ഉണ്ടായിരുന്നു. അതും കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വേളാങ്കണ്ണി ബീച്ചിൽ പോയി. അവിടെ നിന്ന് പോന്നപ്പോഴാണ് നേർച്ചകൾ നിർവഹിച്ചത്. ഒപ്പം എല്ലാ പള്ളികളിലും കയറി പ്രാർത്ഥിക്കുകയും ചെയ്തു. എല്ലാ പള്ളികളിലും വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. അതുകൊണ്ട് പള്ളി അകത്തുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുന്നതല്ല. മാക്സിമം അകത്തുനിന്ന് എടുക്കാൻ പറ്റുന്ന വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ വേളാങ്കണ്ണിയിൽ അറിയപ്പെടുന്ന നേർച്ചകളാണ് പറയുന്നത്. 5 നേർച്ചകളാണ് പ്രധാനപ്പെട്ട നേർച്ചകളായിട്ട് വേളാങ്കണ്ണി പള്ളിയിൽ നടത്തപ്പെടുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രധാനപ്പെട്ട നേർച്ചയാണ് മുട്ടിലിഴഞ്ഞ് നടക്കുക. അത് 14 കുരിശിൻ്റെ പാതയിലും മുട്ടിലിഴഞ്ഞ് നടന്ന് പള്ളിയുടെ അകത്തെത്തുന്ന നേർച്ചയാണ് മുട്ടിലിഴഞ്ഞ നേർച്ച. രണ്ടാമത്തെ നേർച്ചയാണ് തല മുട്ടയടിക്കൽ. അത് അത്യാവശ്യം ഞങ്ങളുടെ ഇടയിൽ 2 പിള്ളേരും ഉണ്ടായിരുന്നു. ഒരു പിള്ളേരുടെ അപ്പനും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മഞ്ഞച്ചരട് കെട്ടുക, അത് വിവാഹം നടക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് അത് നടക്കാനായിട്ട്, അതൊക്കെ ഇവിടെയാണ് കെട്ടുന്നത്. പിന്നെ വീട് പണി തടസ്സം വരുന്നവർക്ക് കീ കെട്ടാനുള്ള സൗകര്യവും അവിടെയുണ്ട്. അപ്പം ഞങ്ങൾക്ക് അത് തന്നെയായിരുന്നു നേർച്ച. ഞങ്ങൾ വീട് പണിയാനുള്ളതായിട്ട് നമ്മൾ കീ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഞങ്ങളത് ഊരാനായിട്ടാണ് കീ ഞങ്ങൾക്ക് അഴിച്ചു കൊണ്ടുവരാനാണ് ഞങ്ങൾ പോയത്. പക്ഷേ അഴിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മുടെ കീ അവിടെ കാണത്തില്ല, ഏതാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ പുതിയൊരു കീ വാങ്ങിച്ചിട്ട് അത് അവിടെ നിന്ന് അഴിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. പിന്നെ ഉള്ള നേർച്ചയാണ് തൊട്ടിൽ കെട്ടൽ നേർച്ച. അതായത് ഉണ്ടാവാൻ തടസ്സമുള്ളവർക്കോ ഉണ്ടാവാതിരിക്കുന്നവർക്കോ കാലങ്ങളായിട്ട് കൊച്ചുങ്ങളില്ലാതിരിക്കുന്നവർക്കൊക്കെ ആയിട്ട് തൊട്ടിൽ കെട്ടി നേർച്ച നടത്താവുന്നതുമാണ്. അങ്ങനെ ഞങ്ങളുടെ നേർച്ചകളും കൂടെ വന്നവരുടെ നേർച്ചകളും എല്ലാം നിർവഹിച്ച് ഞങ്ങൾ അടുത്ത കാഴ്ചകൾ കാണാനായിട്ട് ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ കുരിശിൻ്റെ വഴിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വഴിയിലൂടെയാണ് ഈ മണൽ എവിടെ ഇട്ടേക്കുന്നില്ലേ, ആ വഴിയിലൂടെയാണ് അവിടെ പോകുന്നത് കാണുന്നില്ല. അതിൽ കൂടെയാണ് നമ്മൾ ഈ കുരിശിൻ്റെ പാത എന്ന് പറയുന്നത്. അതിൽ കൂടെയാണ് നമ്മൾ മുട്ടിലിഴഞ്ഞ് നടക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾ ആ നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളാരും അത് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് രാത്രി ടൈമാണെങ്കിൽ അധികം പ്രയാസമില്ലാതെ മുട്ടിലിഴഞ്ഞ് പോകാവുന്നതാണ്. ഉച്ച ടൈമൊക്കെ ആകുമ്പോൾ നല്ല വെയിലത്ത് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും നടന്ന് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഓരോ കുരിശിൻ്റെ പാതകളാണ്. അവിടുത്തെ ഓരോ സ്റ്റാച്ചു ആണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്പോട്ടിലെത്തി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാ പള്ളികളും കഴിഞ്ഞ് അവസാനം പള്ളിയുടെ അടുത്തേട്ട് പോകുന്നതാണ്. ഈ പള്ളിയാണ് അവിടെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ഞങ്ങൾ അധികം അങ്ങോട്ട് അങ്ങനെ പോയില്ല. പിന്നെ നമ്മൾ അടുത്ത കാഴ്ചകളൊക്കെ കണ്ട് അടുത്ത പള്ളിയിലൂടെ ഞങ്ങളുടെ ഹോട്ടൽ റൂമിലേക്ക് ഞങ്ങൾ പോകുമായിരുന്നു. ഈ പള്ളിയിലായിരുന്നു നമ്മൾ രാവിലെ കുർബാന കണ്ടത്. ഇവിടെ കുറേ അധികം അത്ഭുതങ്ങൾ നടന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ആദ്യമായി അത്ഭുതം നടന്നത് 16-ാം നൂറ്റാണ്ടിലാണ്. അത് കഴിഞ്ഞും കുറേ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറേ അത്ഭുതങ്ങൾ നടന്ന ഈ പള്ളിയിൽ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് ഞങ്ങൾ അടുത്ത ഒരു പള്ളിയിലേക്ക് പോകുന്നതാണ്. ആ യാത്ര അടുത്ത പാട്ടായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ്.